ചില സമയങ്ങളിലൊക്കെ നമ്മൾ ആരാധനാലയങ്ങളിലൂടെയൊക്കെ ഒന്ന് കടന്നു പോവുകയാണെങ്കിൽ ചില സമയങ്ങളിൽ വലിയ തിരക്കായിരിക്കും. ചിലപ്പോഴാകട്ടെ അവിടെയൊന്നും ആരും തന്നെ ഉണ്ടാകില്ല. ഈ തിരക്കുള്ള സമയത്ത് നമുക്ക് തന്നെ കർമ്മങ്ങൾ ചെയ്യുവാനൊന്നും സ്ഥലം കിട്ടണമെന്നില്ല. കാരണം അത്രമാത്രം തിരക്കാണ്. എല്ലാവരും അങ്ങ് ഭക്തി കൊണ്ട് വലിയ രീതിയിൽ ഭക്തരായി മാറുന്നതായി നമുക്ക് കാണാം. കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വരുമ്പോഴാണ് അറിയുന്നത് അതിനുശേഷമുള്ള അന്നദാനത്തിന് വേണ്ടിയുള്ള തിരക്കാണെന്ന്. ദൈവത്തിനോടുള്ള ഭക്തിയല്ല, ആഹാരത്തിനോടുള്ള ഭക്തിയും ആക്രാന്തവും ചിലപ്പോൾ വിശപ്പിൻ്റെ വിളിയുമാകാം. ഇതിനെയെല്ലാം നമ്മൾ ദൈവത്തിനോടുള്ള സ്നേഹം എന്ന് കണ്ട് തെറ്റിദ്ധരിച്ചു പോകരുത്. ചിലരാകട്ടെ ഈ ആരാധനാലയങ്ങളെയൊക്കെ ഈ കൈക്കൂലി വാങ്ങുവാനുള്ള ദൈവത്തിൻ്റെ ഓഫീസുകളായിട്ടാണ് കാണുന്നത്. കാരണം ഇവർക്ക് ഏത് കാര്യം സാധിക്കണമെന്നുണ്ടെങ്കിലും വലിയ നോട്ടുകെട്ടുകളുടെ ഇടയിൽ നിന്ന് ചെറിയ നാണയത്തൊട്ടുകൾ എടുത്ത് നമ്മുടെ കാണിക്കാ മണ്ഡപത്തിലേക്ക് ഇട്ടതിന് ശേഷം കാര്യങ്ങളങ്ങ് പറയുകയാണ്. ഞാൻ ആവശ്യത്തിനുള്ള പണം തന്നിട്ടുണ്ട്, എൻ്റെ കാര്യങ്ങൾ സാധിച്ചു തരണം. ദൈവം ഇതെല്ലാം ഇവന് സാധിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇദ്ദേഹം ഈ പണമെടുത്തത്. ദൈവത്തിന് പണം എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ദൈവത്തിന് എവിടെയെങ്കിലും വസ്തു വാങ്ങുവാനോ മക്കളുടെ വിവാഹ ആവശ്യത്തിനാണോ എന്ന് ചോദിച്ചാലും നമുക്കറിയില്ല. പക്ഷേ പണം കൊടുത്ത് കാര്യം നേടാം എന്നുള്ള നമ്മുടെ ഒരു പണ്ട് കാലം മുതലുള്ള വിചാരത്തിലാണ് ഈ പൈസകൾ ഇട്ട് കൊടുക്കുന്നത്. രാഷ്ട്രീയക്കാരനായാലും നിയമത്തിൻ്റെ മുന്നിലായാലും ആരുടെ മുന്നിലും പണം കൊടുത്ത് കാര്യം നേടിയെടുക്കാമെന്നുള്ള ഒരു മൗഢ്യമായ വിശ്വാസമാണ് ജനങ്ങളെ ഇത്തരത്തിൽ കൊണ്ടുപോകുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി ചിലരുണ്ട് ഈ ആരാധനാലയങ്ങൾ കാണുന്ന സമയത്തൊക്കെ കൈകൂപ്പി അങ്ങ് പോകും, ചിലർ കുരിശു വരയ്ക്കും. മറ്റു ചിലർ ഈ മൂത്രശങ്കയ്ക്ക് ഒരു ശമനമുണ്ടാക്കുവാൻ പറ്റിയ ഇടമായിട്ടാണ് ആരാധനാലയങ്ങളെ കാണുന്നത്. എന്തായാലും ഏതായാലും എല്ലാവർക്കും ദൈവം നന്മ വരുത്തട്ടെ.